എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഇന്ന് ഒരു ടോപ്പിക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു ഭാഷയുണ്ട്. അതാണ് അവരുടെ മാതൃഭാഷ എന്ന് പറയുന്നത്. നമുക്കും ഒരു മാതൃഭാഷയുണ്ട്, മലയാളം. മലയാളത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ആശയവിനിമയം നടത്തുന്നത് മലയാളത്തിലാണ്. ചോദ്യം ഇതാണ്: ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ മാതൃഭാഷയ്ക്കാണോ ലോകഭാഷയ്ക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഒരാൾ കുട്ടിക്കാലം മുതലേ വളർന്നു വരുന്നത് സ്വാഭാവികമായും അയാളുടെ മാതൃഭാഷയിൽ തന്നെയാണ്. അയാളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതും എല്ലാ കാര്യങ്ങളിലും ആശയവിനിമയം നടത്തുന്നതുമൊക്കെ സ്വന്തം മാതൃഭാഷയിലൂടെ തന്നെയാണ്. മാതൃഭാഷയാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. അത് മാത്രവുമല്ല, ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. നമുക്ക് അഭിമാനിക്കാനും സന്തോഷിക്കുവാനും ഒക്കെ കഴിയുന്ന കാര്യം തന്നെ. നമ്മൾ സംസാരിക്കുന്ന ഒരു ഭാഷ കുറെ കൂടി നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷവും നല്ല കാര്യവും തന്നെയാണ്. പക്ഷേ അങ്ങനെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു എന്ന് കരുതിയിട്ട് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യർക്കൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഇന്നലത്തേതുപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസവും കടന്നു പോവുക. ഇവിടെയാണ് നമ്മുടെ മാതൃഭാഷയും ലോകഭാഷയും ചർച്ച ചെയ്യപ്പെടേണ്ടത്. മലയാളം മാത്രം സംസാരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എത്ര വരെ മുന്നോട്ട് പോകാൻ പറ്റും? കേരളത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ മാത്രം കറങ്ങിത്തിരിയാൻ മാത്രമേ തീർച്ചയായിട്ടും ആ ഭാഷ കൊണ്ട് ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ നാടിനപ്പുറം സഞ്ചരിക്കണമെങ്കിൽ ഒന്നുകിൽ ആ നാട്ടിലുള്ള ഭാഷ അറിയണം, അല്ലെങ്കിൽ എന്തുണ്ടാവണം? ഒരു പൊതുഭാഷ നമുക്ക് കണ്ടെത്താനാവണം. ആ പൊതുഭാഷയാണ് ലോകഭാഷ എന്ന് നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ. ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഈ ഭാഷയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളിടത്ത് മലയാള ഭാഷയും, അതായത് മാതൃഭാഷയും ലോകഭാഷയും എത്രത്തോളം അന്തരമുള്ള കാര്യമാണ് എന്ന് തിരിച്ചറിയാനാവും. ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയുടെ സാധ്യതകളും അവസരങ്ങളും ഈ ലോകത്തോളം വളർന്ന് പന്തലിച്ച അവസരങ്ങളും സാധ്യതകളുമാണ്. അവൻ്റെ അവസരങ്ങളും സാധ്യതകളും ഈ ലോകത്തോളം വിശാലമാണ് എന്ന് ചുരുക്കം. ഇവിടെ മാതൃഭാഷ കൊണ്ട് മാത്രം ഈ ലോകത്തോളം ഒരാൾക്ക് വളരാൻ പറ്റില്ല. കാരണം ഈ ലോകത്തോളം വളരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസരങ്ങളും സാധ്യതകളിലേക്കും ഇറങ്ങണമെങ്കിൽ ലോകത്തോട് സംവദിക്കാൻ പറ്റണം. ലോകത്തോട് സംവദിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ലോകത്തിൻ്റെ അവസരങ്ങളെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് ഇംഗ്ലീഷ് എന്ന ഭാഷ നമ്മൾ നന്നായിട്ട് പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ ഭാഷ നന്നായിട്ട് അറിയാമെങ്കിൽ ഈ ലോകത്തിൽ ആരോടും നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മുടെ അവസരങ്ങൾക്ക് വേണ്ടി നമുക്ക് ചോദിക്കാൻ പറ്റും. നമ്മുടെ സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. പക്ഷേ സംസാരിക്കാൻ അറിയില്ലെങ്കിലോ, ആ ഭാഷ നമുക്കറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അവസരങ്ങളും സാധ്യതകളും ഒക്കെ ചെറിയ ഒരു സർക്കിളിനുള്ളിൽ നമ്മളിങ്ങനെ ഒതുങ്ങിപ്പോകും. അതുകൊണ്ട് പുതിയ തലമുറയോട് പറയാനുള്ളത്, മാതൃഭാഷയ്ക്കല്ല നിങ്ങൾ അമിത പ്രാധാന്യം നൽകേണ്ടത്. മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ ലോകഭാഷയ്ക്ക് അമിത പ്രാധാന്യം നൽകുക എന്നതാണ് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അച്ഛനമ്മമാരോട് പറയാനുള്ള കാര്യവും അതുതന്നെയാണ്. വളർന്നു വരുന്ന പുതിയ തലമുറയെങ്കിലും വിശാലമായ ഈ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ലോകത്തോട് സംവദിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് അവരെ മാറ്റുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനും മനസ്സിലാക്കാനും പറ്റും. നമ്മുടെ അവസരങ്ങളെ, സാധ്യതകളെ നമുക്ക് ഒറ്റയ്ക്ക് കണ്ടെത്താൻ പറ്റും, ആരുടെയും സഹായമില്ലാതെ. അപ്പോൾ ഇവിടെ പലപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഈ പാശ്ചാത്യ ഭാഷയാണ് ഇംഗ്ലീഷ്, വിദേശ ഭാഷയാണ് ഇംഗ്ലീഷ് എന്നൊക്കെ. ആരാണ് ഈ പാശ്ചാത്യരും, ആരാണ് ഈ വിദേശികളുമൊക്കെ? നമ്മുടെ രാജ്യത്തിന് എപ്പോഴാണോ അതിർവരമ്പുകൾ രൂപപ്പെട്ടത് അപ്പോഴാണ് മറ്റുള്ളവർ വിദേശികളായത്, പാശ്ചാത്യരായത്. മറിച്ച് ഈ രാജ്യത്തിൻ്റെ അതിർവരമ്പുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഭൂപടത്തിൽ പിന്നെ നമ്മൾ എന്ന വാക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയതാണ് എല്ലാ അതിർവരമ്പുകളും. നമ്മുടെ വീടിന് ഒരു അതിർവരമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ നാടിന് ഒരു അതിർവരമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ ജില്ലയ്ക്ക്, നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ രാജ്യത്ത്. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്.
ഒരു നിയമ വ്യവസ്ഥിതിയിൽ, ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒരു സമൂഹമായി ഒരു മനുഷ്യൻ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിലൊരു ചട്ടക്കൂട്, ഒരു ഫ്രെയിം വർക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സമൂഹത്തെ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനാണ് ഈ അതിർവരമ്പുകളും ഈ ചട്ടക്കൂടുകളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിലപ്പുറം വ്യക്തിപരമായി ഒരാളുടെ ജീവിതത്തിന്റെ വളർച്ചയിലേക്കുള്ള അവസരങ്ങളെയും സാധ്യതകളെയും ഒന്നും അത് തടസ്സപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, മാതൃഭാഷയെ നിങ്ങൾ അമിതമായി ലാളിക്കുകയോ സ്നേഹിക്കുകയോ ഒന്നും വേണ്ട. അതിന് പ്രാധാന്യം കൊടുക്കാം നമ്മൾ കളിച്ചു വളർന്ന ഭാഷ എന്ന നിലയിൽ. അതിലപ്പുറം ലോകത്തിൻ്റെ അവസരങ്ങളിലേക്ക് ഇറങ്ങുവാൻ ലോകഭാഷ നിങ്ങൾ നിർബന്ധമായും പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ദിവസവും ഇങ്ങനെ പൊട്ടിമുളക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒരുപാട് സ്ഥാപനങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതൊക്കെ സത്യസന്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് അടിവരയിട്ട് പറയാൻ പറ്റും. കാരണം ഒരു ഭാഷ 10 ദിവസം കൊണ്ടും 20 ദിവസം കൊണ്ടും 1 മാസം കൊണ്ടും ഒന്നും പഠിച്ചെടുക്കാനാവില്ല. കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ ഒരു ഭാഷ ഒരാൾക്ക് പഠിക്കാനാവുകയുള്ളൂ. സംസാരിച്ച് പഠിക്കാനുള്ളതാണ് ഭാഷ. അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട്, ഒരു ക്ലാസ് മുറിയിൽ പോയിട്ട് പഠിക്കാനുള്ളതല്ല. ഒരു ചെറിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പഠിക്കാനുള്ളതല്ല. അത് വിശാലമായിട്ടുള്ളൊരു പ്രതലം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് ബേസിക് നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ബേസിക് നോളജ് മാത്രമേ കിട്ടുകയുള്ളൂ. എത്ര വലിയ വാദപ്രതിവാദങ്ങൾ അവരെ നടത്തി കഴിഞ്ഞാലും നമുക്ക് അടിസ്ഥാനപരമായ ഒരു ബേസിക് നോളജ് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. മറിച്ച് പിന്നീട് അതൊരു സംസാര ഭാഷയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് വളരുന്നത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വന്ന ആളുകൾ ഒന്നിച്ച് ജോലി ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആ ഭാഷ പഠിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെയുള്ളത്, നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ട്. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന ഒരാളെയെങ്കിലും ഒന്ന് ചങ്ങാതിമാരാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരിലൂടെ നമുക്കൊരു ഇത്തിരി സമയം എല്ലാ ദിവസവും സംസാരിച്ചാൽ പോലും മെല്ലെ മെല്ലെ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ ആ ഭാഷ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. അപ്പോൾ പഠിക്കാനുള്ള വഴികളൊക്കെ നമ്മുടെ ചുറ്റിലുമുണ്ട്. ആ വഴികളിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും ഇറങ്ങണമെന്നുള്ളതാണ്. കാരണം അത്രയ്ക്കേറെ പ്രാധാന്യം ഇനി അങ്ങോട്ടുള്ള കാലം നിർബന്ധമായിട്ടും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പുതിയ തലമുറയെ മലയാളത്തിൽ ഇത്തിരി മാർക്ക് കുറഞ്ഞാലും ഇംഗ്ലീഷിൽ മാർക്ക് കുറയാൻ പാടില്ല എന്ന ഒരു പുതിയ തിയറി നമ്മുടെ സമൂഹത്തിൽ കടന്നു വരട്ടെ. അത് പാശ്ചാത്യ ഭാഷയാണ്, വിദേശ ഭാഷയാണെന്നൊക്കെ പറഞ്ഞ് അതിനെ അവഗണിക്കുന്ന ഒരു മാനസിക നിലയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും അത് പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കുവാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും ലഭ്യമായിട്ടില്ല നമ്മുടെ മനസ്സിന് എന്ന് കാണാൻ പറ്റും നമ്മുടെ സമൂഹത്തിൽ. കാരണം വളരെ ചുരുങ്ങിയ കുറച്ച് ആളുകൾക്ക് മാത്രമേ തീർച്ചയായിട്ടും ആ ഭാഷ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇപ്പോഴും സാധ്യമാവുന്നുള്ളൂ. പലപ്പോഴും ഒരാളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഈ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ, ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ പുറന്തള്ളപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടാവും. അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയുള്ള പുതിയ തലമുറയെങ്കിലും ആ രീതിയിൽ മാറ്റുക. ഇംഗ്ലീഷ് ഏറ്റവും മികച്ച രീതിയിൽ, മലയാളം സംസാരിക്കുന്നത് പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് മികച്ച രീതിയിൽ പഠിപ്പിക്കുക. നിങ്ങൾ വെറുതെ എവിടെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് പഠിക്കട്ടെ എന്ന് കരുതിയോ അല്ല, അതിനൊരു അടിസ്ഥാനപരമായി നല്ല അടിത്തറയോടുകൂടി അതിനെ പഠിപ്പിക്കുക. വ്യക്തമായ ധാരണയോടുകൂടിയും കാഴ്ചപ്പാടോടുകൂടിയും പഠിപ്പിക്കുക. അപ്പോഴാണ് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്, മലയാളം അല്ല, ഇംഗ്ലീഷ് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇംഗ്ലീഷ് പഠിക്കുമ്പോഴാണ്, ലോകഭാഷ നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോഴാണ് ലോകത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത്, ലോകത്തിൻ്റെ അവസരങ്ങളെ നമുക്ക് ഏറ്റവും അടുത്ത് തൊട്ടറിയാൻ പറ്റുന്നത്, നമ്മുടെ സാധ്യതകളെ നമുക്ക് കണ്ടെത്താനാവുന്നത്. അങ്ങനെ കണ്ടെത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ വളരുന്നത്. നമ്മൾ ആലോചിച്ചേക്കാൻ മതി, അക്കാദമിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പിൻബലമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യവും. കാരണം അത്രയ്ക്കേറെ കരുത്ത് ആ ഭാഷയ്ക്കുണ്ട്. അത് നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് എപ്പോഴും ഒരു വാല്യൂ ബിൽഡ് ചെയ്യാനും കഴിയും. അത്രയ്ക്കേറെ മഹത്തരമാണ് ആ ഭാഷ എന്ന് തിരിച്ചറിയുക. മറ്റാരോ ഉണ്ടാക്കിയതാണെന്ന രീതിയിൽ നമ്മളതിനെ അവഗണിക്കരുത്. നല്ലത് നല്ലതാണെന്ന് പറയാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വ്യക്തിത്വമുള്ളതും നമ്മുടെ വളർച്ചയുള്ളതുമെന്ന് തിരിച്ചറിയുക. ഓരോ അച്ഛനമ്മമാരും അവരുടെ മക്കളെ ഇതിനു വേണ്ടി എത്ര പൈസ നിങ്ങൾക്ക് ചെലവഴിച്ചാലും അത് നഷ്ടമാവില്ല. അത് ജീവിതത്തിലെ ഏറ്റവും മികച്ച കാര്യമായിട്ട് പിന്നീട് നിങ്ങൾക്ക് തിരിച്ചറിയാനാവും. എല്ലാവർക്കും ആ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാനാവട്ടെ. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ മാതൃഭാഷയെ അവഗണിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യവും ഇമ്പാക്റ്റും
കൊണ്ടുവരുന്നത് എന്താണ് എന്നതാണ് ചോദ്യം. അതാണ് നമ്മൾ കൂടുതൽ സ്വീകരിക്കേണ്ടതും. അങ്ങനെ നോക്കുമ്പോൾ ലോകഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ലോകഭാഷയ്ക്ക് അമിത പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുമ്പോൾ നമ്മുടെ സാധ്യതകളും നമ്മുടെ അവസരങ്ങളും നമ്മുടെ വളർച്ചയും കുറേ കൂടി വിശാലമായ ഏരിയയിലേക്ക് വളർന്ന് പന്തലിക്കും എന്ന തിരിച്ചറിവോടുകൂടി എല്ലാവർക്കും അത് കൃത്യമായി പഠിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് മറ്റൊരു അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.